ഞാൻ ആന്റണി തോമസ് LIC ഏജന്റാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പം പല പോളിസികളിലും നോമിനി നമ്മൾ വെച്ചിരിക്കുന്നത് അത് പ്രത്യേകിച്ചും വിവാഹത്തിന് മുൻപെടുത്ത പോളിസി ആണെങ്കിൽ മിക്കവാറും അച്ഛൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ പേരൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മൾ നോമിനേറ്റ് വെച്ചിട്ടുണ്ടാകുക. അപ്പം വിവാഹത്തിന് ശേഷം ഒരുപക്ഷെ ഭാര്യയുടെ പേര് ചേർത്തിണ്ടാവില്ല. അപ്പം ഇത് വിഷയം വരുന്നത് സംഗതി വെച്ചാൽ ഈ നോമിനേറ്റ് കൊടുത്ത അച്ഛനോ അല്ലെങ്കിൽ അമ്മ മരണപ്പെട്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നിർഭാഗ്യവശാൽ ഈ പോളിസി ഹോൾഡർ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നോമിനി വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ ആ ഫണ്ട് കിട്ടണമെങ്കിൽ നിങ്ങളുടെ ആ അദ്ദേഹത്തിൻ്റെ ലീഗൽ ഹെയർസ് എല്ലാവരും അവകാശികൾ എത്രയാളുണ്ടോ അവരെല്ലാവരും കൂടി വന്ന് അതിൻ്റെ ഒരു പ്രൊസീജിയർ ഉണ്ട്. അറിയാൻ നോട്ടറി അഡ്വക്കേറ്റും അവരൊക്കെ വേണം. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് പിന്നെ പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതിനകത്ത് തന്നെ നിങ്ങളുടെ പോളിസിയിൽ നോമിനി ആരാണെന്ന് നിങ്ങൾ കൺഫേം ചെയ്യാം. അത് വിവാഹം കഴിഞ്ഞ് വെച്ചെങ്കിൽ വൈഫിൻ്റെ പേരിൽ ആരും പേരില്ല വെച്ചെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് മാറ്റാം. ഇനി വരുന്നത് കുട്ടികളുടെ പോളിസിയാണ്, മൈനർ പോളിസി. മൈനർ പോളിസിയിലും അതിൽ നോമിനി ഉണ്ടാകില്ല. 18 വയസ്സ് കുട്ടി മേജർ ആയി കഴിഞ്ഞാലാണ് അതിൽ നോമിനിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പം അത് 18 വയസ്സ് കഴിഞ്ഞാൽ അതിൽ നോമിനിനെ വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പിക്കുക. അല്ലെങ്കിൽ പ്രപ്പോസറുടെ ഇതിലാണ് കിടക്കുന്നുണ്ടാകുക. അതുകൊണ്ട് ആ കുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ ഒരു അപകട ഇൻഷുറൻസ് കവറേജും കൂടി അതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക. ഞാൻ നിലവിൽ LIC ഏജന്റാണ്, സ്റ്റാർ ഹെൽത്ത് ഏജന്റാണ്, യുണൈറ്റഡ് നാഷണൽ ഇൻഷുറൻസ്, ഈ 4 കമ്പനിയുടെ ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇൻഷുറൻസ് സംബന്ധമായി വാഹന ഇൻഷുറൻസിനെ കുറിച്ചോ അല്ലെങ്കിൽ LIC കുറിച്ചോ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുത്തിട്ട് അതിലൊരു വോയിസ് ഇടുക. വോയിസ് ഇട്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നത് എനിക്കറിയുന്ന പോലെയുള്ള മറുപടി നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് LIC പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയോ ചേരാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം വെച്ചിട്ട് ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാലും മതി, ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. ഞാൻ ഈ സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും പേരും എഴുതാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഒന്ന് നമുക്ക് ഈ ഏരിയ തിരിച്ചിട്ടാണ് പ്രീമിയം വരുന്നത്. അതേപോലെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണ് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഡേറ്റ് ഓഫ് ബർത്തും പേരും സ്ഥലം ഞങ്ങൾ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ വോയിസ് ഇടാൻ പറയുന്നതിൻ്റെ ഒരു കാരണം, പലരും എന്നെ വിളിച്ചിട്ട് പറയുന്നത് ഞങ്ങൾക്ക് വാട്സപ്പിൽ അയക്കാൻ ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെയുള്ളവർ വിളിച്ചോളൂ. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ തിരക്കുള്ള സമയമായിരിക്കും. അപ്പം നിങ്ങളെ ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് പറ്റിയെന്നില്ല. അപ്പം നിങ്ങൾക്ക് തോന്നും ഇയാളെ വിളിച്ചിട്ട് ഇയാൾ കിട്ടണില്ലല്ലോ എന്ന്. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വോയിസിൽ മറുപടി തരാനുള്ള ചോദ്യം നിങ്ങളുടെ ഉണ്ടാവുള്ളൂ. അതിന് ഞാൻ മുൻപ് ചെയ്ത വീഡിയോസ് ഉണ്ട് അതിനെക്കുറിച്ച്. ആ വീഡിയോ എനിക്ക് നിങ്ങൾക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ സംശയം തീരും. അതുകൊണ്ടാണ് അവരുടെ വോയിസ് ഇടാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ഗുഡ് ബൈ. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.